Hello, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഏർലി സ്റ്റേജിൽ മിസ്കാരേജ് ഉണ്ടാവാൻ നമുക്ക് കുറച്ച് ഫുഡുകൾ ഇങ്ങനെ മിസ്കാരേജ് ഉണ്ടാക്കും. അപ്പോൾ മെയിനായിട്ട് നമ്മൾ എന്തൊക്കെ ഫുഡുകളാണ് മെയിനായിട്ടും ആ ഒരു ടൈമിൽ അവോയ്ഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഫുഡുകളാണ് നമുക്ക് മിസ്കാരേജിനെ കോസ് ചെയ്യുന്നത്, അങ്ങനെ ഒരു 22 ഫുഡുകളോ സംതിങ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫുഡുകൾ ഞാൻ വേഗം തന്നെ പറഞ്ഞു പോവാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ മിസ്കാരേജ് ഉണ്ടാകുന്ന കാര്യങ്ങളും ചില കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മോസ്റ്റ്ലി ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഈ ഒരു ഏർലി പ്രഗ്നൻസിയിലാണ് നമുക്ക് മിസ്കാരേജ് ഉണ്ടാവാൻ സാധ്യത കൂടുതൽ. ആദ്യത്തെ ഒരു മാസം 2 മാസം 3 മാസം ആ ഒരു രീതിയിലാണ് നമുക്ക് ഇങ്ങനെ മിസ്കാരേജ് കൂടുതലായിട്ടും കണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ചിലപ്പോൾ നമ്മൾ അങ്ങനെ നിങ്ങൾ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മിസ്കാരേജ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടർ ഓൾറെഡി പറയും ബെഡ് റെസ്റ്റ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ളവർ പ്രത്യേകം കൂടുതലായിട്ടും ഈ ഒരു ഫുഡുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളവർ മാത്രമല്ല, എല്ലാവരും ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന മിസ്കാരേജുകളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് മെയിനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം എടുത്ത് പറയാവുന്നത് നമ്മുടെ പൈനാപ്പിൾ തന്നെയാണ്. അപ്പോൾ മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാം ഈ ഒരു പ്രഗ്നൻസി സ്റ്റേജിൽ പ്രത്യേകിച്ചും തുടക്കത്തിൽ നമുക്ക് പൈനാപ്പിൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ് കേട്ടോ. നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പൈനാപ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂട്രസിൽ കൺട്രാക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു ലേബർ പെയിൻ വരുമ്പോൾ മെയിനായിട്ടും കൺട്രാക്ഷൻ ഉണ്ടാവില്ലേ, ആ ഒരു പോലത്തെ കൺട്രാക്ഷൻ വരാനുള്ള സാധ്യതകൾ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ പൈനാപ്പിൾ ഇൻടേക്ക് ചെയ്താൽ 1-2 വർഷം കഴിച്ചാൽ നമുക്ക് അങ്ങനെ വരില്ല. പക്ഷെ കൂടുതലായിട്ട് ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും. അപ്പൊ അതുമൂലം നമുക്ക് ബ്ലീഡിങ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് നമ്മൾ സീ ഫുഡുകൾ മെയിനായിട്ടും അവോയ്ഡ് ചെയ്യണം. സീ ഫുഡുകളിൽ പ്രത്യേകിച്ച് നമുക്ക് ഞണ്ടൊക്കെ ഉണ്ടല്ലോ, ഞണ്ടില് കാൽഷ്യത്തിന്റെ അളവ് വളരെ കൂടുതലാണ്, അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവലും വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഈ പെട്ടെന്ന് ഉള്ള വളരെ റിച്ച് ആയിട്ടുള്ള കാൽഷ്യം എമൗണ്ട് ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെ മിസ്കാരേജ് ഉള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ പ്രത്യേകിച്ചും ഈ ഒരു സീ ഫുഡിൽ പ്രത്യേകിച്ച് ക്രാബ് മാത്രമല്ല, അതുപോലെ തന്നെ നമ്മുടെ ഈ കക്ക അങ്ങനത്തെ ഒക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ പ്രത്യേകിച്ചും അവോയ്ഡ് ചെയ്യുന്നതാണ് ബെറ്റർ. അതുപോലെ തന്നെ നമ്മുടെ എള്ളുണ്ടല്ലോ, വെള്ള എള്ളായാലും ഈ ഒരു കറുത്ത എള്ളായാലും നമ്മൾ അധികം എമൗണ്ടിൽ കഴിക്കുന്നത് നമുക്ക് ദോഷമായിട്ട് ഭവിക്കും. എന്താ വെച്ചാൽ ഈ പ്രത്യേകിച്ചും ഈ ഒരു എള്ള് നമ്മൾ ഈ ഒരു ഹണിയുടെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു ബ്ലീഡിങ്ങും മിസ്കാരേജും ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെയുള്ളത് നമ്മുടെ ഈ ആനിമൽസിന്റെ ലിവറൊക്കെ ഇല്ലേ, അപ്പൊ ലിവർ കഴിക്കുന്നത്, ലിവറിൽ കൂടുതലായിട്ടും വൈറ്റമിൻ കണ്ടന്റ് നന്നായിട്ടുണ്ട്, വൈറ്റമിൻ എ ഒക്കെ നന്നായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ലിവർ കഴിക്കുകയാണെങ്കിൽ ഇപ്പൊ പ്രത്യേകിച്ചും ഈ നമുക്ക് കോഴിയുടെയോ അല്ലെങ്കിൽ ആടിന്റെയോ ഒക്കെ ലിവർ കഴിക്കുമ്പോൾ എന്തെങ്കിലും ഈ ഒരു ആനിമലിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പ്രത്യേകം ആ ഒരു ലിവറിലായിരിക്കും ആ ഒരു ഇതുണ്ട്, ഈ കൂടുതൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് ലിവറിനെ ആയിരിക്കും ആദ്യം എഫക്ട് ചെയ്യും. അപ്പോൾ ലിവർ നമ്മൾ കഴിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ദോഷം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് നമ്മൾ കൂടുതലായിട്ട് ഒരു ലാർജ് ക്വാണ്ടിറ്റിയിലൊക്കെ ഇപ്പൊ ലിവർ നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കൂടുതലായിട്ടും കഴിക്കുമ്പോൾ നമുക്ക് അത് ദോഷമായിട്ട് എഫക്ട് ചെയ്യും. പിന്നെ നമുക്ക് പ്രത്യേകം പറയാനുള്ള അലുവേരയാണ്. ഫ്രഷ് ആയിട്ടുള്ള അലുവേര നമ്മൾ കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള അലുവേരയുടെ ജ്യൂസ് ഒക്കെ നമ്മൾ കുടിക്കുകയാണെങ്കിലും അത് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ, ഈ ഒരു ഫസ്റ്റ് അല്ല മോസ്റ്റ്ലി ആദ്യത്തെ ട്രൈമസ്റ്ററിലായിരിക്കും നമുക്ക് കൂടുതലായിട്ടും ഇങ്ങനെ മിസ്കാരേജ് ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു അലുവേരയുടെ ജ്യൂസും അതുപോലെ തന്നെ ജെല്ലും ഒക്കെ കൺസ്യൂം ചെയ്യുന്നത് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ പൈനാപ്പിളിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് പപ്പായ നമുക്ക് പഴുക്കാത്ത ഈ റോ ആയിട്ടുള്ള പപ്പായ, പച്ച പപ്പക്കായ ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമുക്ക് അധികം പഴുക്കാത്ത പപ്പക്കായ ആയാലും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിസ്കാരേജ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നെക്സ്റ്റ് പറയാനുള്ളത് നമ്മുടെ മുരിങ്ങക്കായ ഉണ്ടല്ലോ, മുരിങ്ങക്കോൽ എന്ന് പറയും. അപ്പൊ മുരിങ്ങക്കോല് നമ്മൾ കൂടുതലായിട്ടും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെയിം പോലെ തന്നെ നമുക്ക് മിസ്കാരേജ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? നമുക്ക് ഇത് എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കൂടുതലായിട്ട് എമൗണ്ടിൽ നമ്മൾ ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പ്രശ്നം വരുന്നുള്ളൂ. ഇപ്പൊ ഈ ഒരു ഡ്രം സ്റ്റിക്ക് ആയാലും മുരിങ്ങയുടെ ഇലയും അങ്ങനത്തെ ഒക്കെ നമുക്ക് നല്ല വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ സാമ്പാറിൽ ഒരു കഷ്ണം മുരിങ്ങക്കോല് കഴിച്ചുകൊണ്ട്
അങ്ങനെ നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ അധികം എമൗണ്ടിൽ നമുക്കിപ്പോൾ ഒരു മുരിങ്ങക്കോലിൻ്റെ സൂപ്പൊക്കെ ഉണ്ടാക്കി, നമ്മൾ അധികം ഇട്ടിട്ട് സൂപ്പ് ഉണ്ടാക്കി അങ്ങനെയൊക്കെ എന്തെങ്കിലും, അല്ലെങ്കിൽ മുരിങ്ങക്കോല് മാത്രം വെച്ച് കറി വെച്ച് അത് കൂടുതലായിട്ട് കഴിച്ചു, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയായിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ടാകും. പിന്നെ മെയിനായിട്ട് നമ്മൾ പച്ചപ്പാല് കുടിക്കുന്നത്. അപ്പോൾ പച്ചപ്പാലിന് ചില സാധാരണ പച്ചപ്പാൽ നമ്മൾ ആരും കുടിക്കാറില്ല. ഇപ്പൊ നമ്മൾ ഷേക്കൊക്കെ അടിക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പച്ചപ്പാൽ യൂസ് ചെയ്തിട്ടായിരിക്കും ഷേക്ക് അടിക്കാം. അപ്പൊ അങ്ങനെ ആയാലും നമ്മൾ ബോയിൽ ചെയ്യാതെ നമ്മൾ പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് ഇഫക്ട്സ് ഉണ്ടാവും. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ബോയിൽ ചെയ്ത് എപ്പോഴും ഇപ്പോൾ ഈ പാലായാലും നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിക്കുക. വെജിറ്റബിൾസ് ആയാലും ചിക്കൻ മീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയാലും നന്നായിട്ടും ബോയിൽ ചെയ്ത് കഴിക്കുന്ന, ബോയിൽ മാത്രമല്ല നന്നായിട്ട് വേവിച്ച് നന്നായിട്ടും ആ ഒരു പാകം വന്നതിന് ശേഷം കഴിക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഇപ്പൊ പാലിനെ പോലെ തന്നെ പിന്നെ പറയാനുള്ളത് നമ്മുടെ പച്ചമുട്ടയാണ്. അപ്പൊ പച്ചമുട്ട കഴിക്കുന്നത് നമുക്ക് ഇങ്ങനത്തെ ഒരു സൈഡ് ഇഫക്ട്സ് വരാനുള്ള കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പച്ചമുട്ട ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും എന്താ പറയുക, മയണൈസൊക്കെ നമ്മൾ പച്ചമുട്ട യൂസ് ചെയ്തിട്ടുണ്ടാക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ മയണൈസ് കഴിക്കുന്നതൊക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ വളരെ ദോഷം ചെയ്യും. പിന്നെ മെയിനായിട്ട് നമുക്ക് കഫീൻ കണ്ടന്റ് ഉള്ളത് കൂടുതലായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലർക്ക് ഈ ഒരു ടൈമിൽ കോഫി കുടിക്കുന്ന ഒരു ശീലം നോക്കി ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ കോഫി കുടിക്കുന്ന ഒരു ശീലം ഉണ്ടാവും. അപ്പോൾ ഇതായാലും ലാർജ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മളെ ബാധിക്കും. അപ്പോൾ എപ്പോഴും ഒരു വീക്ക്ലി ഒരു 1 or 2 ഒക്കെ കോഫി കുടിച്ചുകൊണ്ട് നമുക്ക് പ്രശ്നം വരില്ല. പക്ഷെ നമ്മൾ ഡെയിലി ഒരു 3-4 പ്രാവശ്യം കോഫി കുടിക്കുകയാണ്, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇത് എഫക്റ്റ് ചെയ്യും. പിന്നെ ഫ്രൂട്ട്സുകളിൽ നമുക്ക് പീച്ച്, അതുപോലെ തന്നെ വൈൽഡ് ആപ്പിൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ടും അവോയ്ഡ് ചെയ്യായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ നമുക്ക് ഈ ഒരു വെജിറ്റബിളിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഉരുളൻകിഴങ്ങ് ഉണ്ടല്ലോ, മുളച്ച ഉരുളൻകിഴങ്ങ് നമുക്ക് എല്ലാവർക്കും തന്നെ ദോഷമാണ് എപ്പോഴും നമ്മൾ കഴിക്കുന്നത്. പ്രത്യേകിച്ചും ഗർഭിണികളാകുമ്പോൾ നമ്മൾ ഈ ഒരു മുളച്ച ഈ ഉരുളൻകിഴങ്ങൊക്കെ മെയിനായിട്ടും അവോയ്ഡ് ചെയ്യണം. അത് നമ്മൾക്ക് നന്നായിട്ടും ഇത് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളരെ ദോഷമാണ്. അതുപോലെ തന്നെ നമ്മൾ നല്ലതാണെന്ന് വെച്ചിട്ട് നമ്മൾ സ്പ്രൗട്ട്സുകളൊക്കെ കഴിക്കും, മുളപ്പിച്ച കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ഒരു ടൈമിൽ എപ്പോഴും നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എപ്പോഴും റോ ആയിട്ട് കഴിക്കാണ്ട് ഫുൾ ആയിട്ട് വേവിച്ചിട്ട് നമ്മൾ കഴിക്കായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ നമ്മൾ മെയിനായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ജങ്ക് ഫുഡ്സ്, നിങ്ങൾക്ക് അറിയാം, പ്രത്യേകിച്ചും ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ്സ്, പിന്നെ ഈ ഒരു കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ടും അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡുകൾ, ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ അങ്ങനെയൊക്കെ നമുക്ക് പരമാവധി അവോയ്ഡ് ചെയ്തേക്കാം. വല്ലപ്പോഴൊക്കെ കഴിച്ചുകൊണ്ടൊന്നും നമുക്ക് കുഴപ്പം വരില്ല. നമ്മൾ സ്ഥിരമായി ഇപ്പൊ നമ്മൾ പ്രഗ്നന്റ് ആണെങ്കിൽ നമ്മൾ സ്ഥിരമായി ഇപ്പൊ പുറത്തുനിന്നാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ സ്ഥിരമായി നമ്മൾ ഒരു ഓയിലി ഫുഡ്, അല്ലെങ്കിൽ സ്ഥിരമായി നമ്മൾ എപ്പോഴും ഒരു ജങ്ക് ഫുഡ്സ് ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ നമുക്ക് ഇത് നമ്മളെ എഫക്റ്റ് ചെയ്യും. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു മോഡറേറ്റ് ലെവലിൽ നമ്മൾ എന്ത് ഫുഡായാലും മോഡറേറ്റ് ലെവലിൽ കഴിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പൊ കൂടുതലായിട്ട് പുളി കഴിക്കുക, കൂടുതലായിട്ട് എരിവ് കഴിക്കുക, അതുപോലെ തന്നെ സ്പൈസസ് ഒക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ഭയങ്കര എരിവ് പുളി അതൊക്കെ നമുക്ക് വളരെ ദോഷം ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു മോഡറേറ്റ് ലെവലിൽ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചിട്ട് ഉപ്പും പുളിയും ഒക്കെ ഈ ഒരു ടൈമിൽ നമ്മൾ എപ്പോഴും കുറവാണ് കഴിക്കേണ്ടത്. അപ്പോൾ ആ ഒരു മോഡറേറ്റ് ലെവലായിട്ട് നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഫിഷുകളിൽ നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു മെർക്കറി ഈ കണ്ടന്റ് ഉള്ള ഫിഷുകളൊക്കെ നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു ടൈമിൽ അവോയ്ഡ് ചെയ്യണം. പിന്നെ ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും കാര്യം പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇപ്പൊ നമുക്ക് ഫുള്ളായിട്ടും ഈ പെസ്റ്റിസൈഡ്സും ഒക്കെ അടിച്ചിട്ടുള്ള നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾ പ്രത്യേകം യൂസ് ചെയ്യുമ്പോൾ വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും നന്നായിട്ടും വാഷ് ചെയ്ത് കുറച്ചു നേരം ഒരു വിനീഗറിലോ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുറച്ചു നേരം വെച്ച്, പ്രത്യേകിച്ചും ഫ്രൂട്ട്സുകളാകുമ്പോൾ കേട്ടോ. നമുക്ക് വെജിറ്റബിൾസ് ആകുമ്പോൾ പിന്നെ നമ്മൾ വേവിച്ചാണ് കഴിക്കുന്നത്. അപ്പൊ ഫ്രൂട്ട്സുകളാകുമ്പോൾ നിങ്ങളെല്ലാം ഈ ഒരു മെത്തേഡുകൾ ഫോളോ ചെയ്യുക, നന്നായിട്ടും വാഷ് ചെയ്യുക, കുറച്ച് ഒരു 1 മണിക്കൂറൊക്കെ നേരം നന്നായിട്ടും വെള്ളത്തിലിട്ട് വെച്ച് അങ്ങനെയൊക്കെ വാഷ് ചെയ്ത് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ കൂടുതലായിട്ട് നിങ്ങൾ വെള്ളം നന്നായിട്ട് കുടിക്കുക. വെള്ളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വെള്ളം നന്നായിട്ട് കുടിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഷുഗറും സാൾട്ടും പരമാവധി കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്